സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 പുതുവർഷം നല്ലത് വരണമെന്ന് കരുതുന്നവരാണ് എല്ലാവരും. നല്ല തുടക്കം നോക്കി അതിനുവേണ്ടി മുൻകരുതൽ എടുക്കുന്നവർ ആണ് എല്ലാവരും. ജന്മനക്ഷത്രം, നക്ഷത്രഫലം എന്നിവയും പുതുവർഷത്തിൽ പലരും നോക്കുന്ന ഒന്നാണ്. ചില ജന്മനക്ഷത്രങ്ങൾക്ക് വരും വർഷം ഗുണകരമാണ്. പ്രത്യേകിച്ചും 9 നക്ഷത്രങ്ങള് വരും വർഷത്തിലെ ഏറെ ഗുണം ലഭിക്കുന്ന 9 നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഓരോ നക്ഷത്രങ്ങളും ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഫലം വരുന്ന വർഷമാണ്. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ഭഗവാൻ വിഷ്ണുവിന്റെ സഹായത്തോടെ കാര്യപ്രാപ്തി ഉണ്ടാകുന്ന വർഷമാണിത്. പുതിയ സംരംഭങ്ങൾക്ക് സാധ്യമാകുന്ന കാലഘട്ടമാണിത്. കുടുംബജീവിതത്തില് ഏറെ ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണിത്. വിഷ്ണുവിനൊപ്പം സുബ്രഹ്മണ്യന്റെ അനുഗ്രഹവും തേടുന്നത് നല്ലതാണ്. 2024 സൗഭാഗ്യം ഏറെ ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിനും സാമ്പത്തിക ഉന്നതി ലഭിക്കുന്ന വർഷമാണിത്. പുതിയ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ലഭിക്കുന്ന വർഷമാണിത്. നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നു. വിദ്യാവിജയം ഉണ്ടാകുന്ന കാലഘട്ടമാണിത്. ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുന്ന വർഷമാണിത്. ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന വർഷമാണിത്. ഭഗവാന് ധാര പോലുള്ള വഴിപാടുകൾ നടത്താം. ഇതുപോലെ ജീവിതത്തിൽ നടക്കില്ലെന്ന് കരുതുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന കാലഘട്ടമാണിത്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഏറെ സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണിത്. ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകുന്ന കാലഘട്ടമാണിത്. വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കാൻ കഴിയുന്ന കാലഘട്ടമാണിത്. തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയമാണിത്. സന്താനലബ്ധിക്കുള്ള തൊഴിൽപരമായ ഉയർച്ച അതുപോലെ തന്നെ ലഭിക്കുന്ന വർഷമാണ്, ഈ കാലഘട്ടമാണ് 2024 എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സൗഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷമാണ്. അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രത്തിന് 2024 ഏറെ ഗുണകരമാണ്. ദുഃഖവും ദുരിതവും അവസാനിച്ച് ഐശ്വര്യവും സൗഭാഗ്യവും തേടിയെത്തുന്ന സന്ദർഭമാണിത്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഏറെ ലഭിക്കുന്ന വർഷമാണിത്. ഇതിനാൽ തന്നെ ജീവിത വഴികളിൽ ശോഭിക്കുവാൻ സാധിക്കും. വിളക്ക് വെച്ച് ഓം ഗണപതയേ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് ഗുണം നൽകുന്നു. ഏറ്റവും ഐശ്വര്യപൂർണമായ ഒരു സമയമാണ് ഈ 2024 എന്ന് പറയുന്നത്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു വർഷമാണിത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന വർഷമാണിത്. 24ലേക്ക് നടക്കുമ്പോൾ അതുപോലെ ഉത്രം നക്ഷത്രക്കാരുടെ യോഗം തെളിയുന്നു. രാജയോഗവും സമ്പന്ന യോഗവും ഒക്കെ തേടി വരുന്ന സന്ദർഭമാണിത്. ഏറെ അനുകൂലമായ സന്തോഷകരമായ നിമിഷങ്ങളാണ് വരുന്നത്. മനസ്സിൽ ആഗ്രഹിച്ചത് ഈശ്വരൻ നടത്തി തരുന്ന സമയമാണിത്. ആഗ്രഹ പൂർത്തീകരണത്തിനായി ശ്രമിക്കുന്നവർക്ക് ഇത് നടത്തി കിട്ടും. അടുത്തത് പൂരാടൻ നക്ഷത്രമാണ്. പൂരാടൻ നക്ഷത്രത്തിന് ഗുണകരമായ വർഷമാണിത്. രാജയോഗ തുല്യമായ സമയത്തേക്കായിരിക്കും ഈ നക്ഷത്രം കടന്നു വരുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിന് അഭിമാനകരമായ നേട്ടം ഈ നക്ഷത്രം സ്വന്തമാക്കും. എഴുതി തള്ളി വിട്ടവര് നിങ്ങളെ അംഗീകരിക്കുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്ന. ഭാഗ്യം വരുന്ന വർഷമാണിത്. ഇതിനാൽ ലോട്ടറി പോലുള്ളവ എടുക്കുന്നത് ഗുണം നൽകും. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ തൊഴിൽ രംഗത്ത് കൂടുതൽ ശോഭിക്കുമെന്നതാണ് പ്രത്യേകത. ശിവഭജനം മുടക്കാതിരിക്കുക. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രത്തിന്റെ കഷ്ടനഷ്ടങ്ങൾ മാറിക്കിട്ടുന്ന കാലഘട്ടമാണിത്. നേട്ടങ്ങളുടെ കൊടുമുടി കയറാൻ പോകുന്ന സമയമാണിത്. സന്താനയോഗം, മംഗല്യയോഗം എന്നിവയെല്ലാം ലഭിക്കുന്ന കാലഘട്ടമാണ്. ഗണപതി ഭഗവാന് വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. കറുവമാല അതുപോലെ തന്നെ വഴിപാടായി നൽകുന്നത് നല്ലതാണ്. തൊട്ടതെല്ലാം പൊന്നായി തീരാൻ ഈ വർഷം കൂടെ നിൽക്കുന്ന ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉത്രാട നക്ഷത്രക്കാര് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് വേണ്ടവിധ കാര്യങ്ങളെല്ലാം തന്നെ, ആവശ്യമായ വഴിപാടുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ഭഗവാന് സമർപ്പിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. അതുപോലെ തന്നെ തൊഴിൽപരമായ പുരോഗതി, സാമ്പത്തികമായ ഉന്നതി എല്ലാം തന്നെ ഈ വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് ഈ വർഷം എന്ന് പറയുന്നത്. രോഗസംബന്ധമായ പ്രശ്നങ്ങൾ മുൻകാലങ്ങളിൽ അലട്ടിയിരുന്നത് മാറുന്ന കാലഘട്ടം. പുതിയ കാര്യങ്ങൾക്കായി മുന്നിട്ടിറങ്ങാവുന്ന സമയം. ആഗ്രഹിച്ച ജോലി, പഠനം തുടങ്ങിയ കാര്യങ്ങൾക്ക്
നല്ല സമയമാണ്. ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ വഴിപാടുകളൊക്കെ ചെയ്യാം. അപ്പോൾ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു വർഷമാണ് വരാൻ പോകുന്നത്. അപ്പോൾ 2024 അവർക്ക് വേണ്ടവിധ എല്ലാവിധ ഗുണങ്ങളും ഈ വർഷം നൽകുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വർഷമാണ് 2024. എല്ലാ നേട്ടങ്ങളും നഷ്ടങ്ങളും അവസാനിച്ച് നന്മ വരുന്ന ഒന്നാണ് ഈ നക്ഷത്രക്കാർക്ക്. ഇവരുടെ മേഖലയിൽ പ്രവർത്തന നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കഷ്ടപ്പാടുകളൊക്കെ മാറുന്ന കാലമാണ്. തിരുവോണം നാളിലെ സ്ത്രീകൾക്ക് മക്കൾ കാരണം വലിയ സൗഭാഗ്യം ഉണ്ടാകും. ജോലി തേടുന്നവർക്ക് നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഏറെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2024 എന്ന് പറയുന്നത്. അപ്പോൾ 2024 പുതുവർഷത്തില് സൗഭാഗ്യം തേടിയെത്തുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരിക്കൽ കൂടി എന്ന് പറയുന്നത് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.